കാനയിലേക്ക് മലിനജലം തുറന്നുവിട്ടെന്ന പരാതിയിൽ പുതുക്കാട് മാർക്കറ്റ് റോഡിലെ മത്സ്യമാംസ കച്ചവട കേന്ദ്രങ്ങളിൽ പഞ്ചായത്ത് ആരോഗ്യ വകുപ്പ് അധികൃതർ പരിശോധന നടത്തി. പുതുക്കാട് സെന്ററിലെ കാനയിൽ മാംസാവശിഷ്ടങ്ങൾ അടങ്ങിയ മലിനജലം കെട്ടിക്കിടന്ന് കിണറുകളിലേക്ക് കലർന്നതോടെ പ്രദേശവാസിയായ പുളിക്കൻ ജെയിംസ് നൽകിയ പരാതിയിലാണ് അധികൃതർ പരിശോധന നടത്തിയത്. കടകളിൽ നിന്ന് ഒഴുക്കിവിടുന്ന മലിനജലം വീടുകൾക്ക് മുന്നിലൂടെ പോകുന്ന കാനയിൽ കെട്ടിക്കിടക്കുകയാണെന്നും ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ വർഷങ്ങളായി പരാതിയുമായി നടന്നിട്ടും അധികൃതർ നടപടിയെടുത്തില്ലെന്നും ജെയിംസ് പറഞ്ഞു. വേനൽക്കാലം കടുത്തു വരുമെന്നുണ്ടാവുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് വരുന്ന വേസ്റ്റ് വെള്ളങ്ങൾ എല്ലാം കൂടി തള്ളി വന്ന് കിണറ്റിലേക്ക് ഇറങ്ങുന്നു. കുടിക്കാൻ ഇപ്പോൾ പറ്റാത്തൊരു അവസ്ഥ, കുളിക്കാൻ പോലും പറ്റില്ല. അത്രയും സ്മെല്ലോട് കൂടിയിട്ടുള്ള വെള്ളമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു 5 വർഷമായിട്ട് പുതുക്കാട് പഞ്ചായത്തിൽ പരാതിയും കാര്യങ്ങളൊക്കെയും കൊടുക്കുന്നത്. എല്ലാ കൊല്ലം ശരിയാക്കാം, നോക്കാം, പിടിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഓരോ കൊല്ലങ്ങൾ കടന്നു പോകുന്നു. ഈ കൊല്ലം ഒട്ടും പറ്റാത്തൊരു അവസ്ഥയായി. ഇപ്പോൾ പ്രസിഡന്റിൻ്റെ അടുത്ത് പരാതി ഞാൻ ചെന്നു. ഇപ്പോൾ പ്രസിഡന്റ് 2 ദിവസമായിട്ട് എൻ്റെ പുറകിലുണ്ട്. ഇതവണ അത് പരിഹാരം കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇറച്ചി വിൽപ്പന നടത്താനുള്ള പഞ്ചായത്തിന്റെ ലൈസൻസ് ഇല്ലാതെ അനധികൃതമായാണ് കടകൾ പ്രവർത്തിക്കുന്നത്. രാത്രികാലങ്ങളിൽ അറവ് മാലിന്യം ഉൾപ്പെടെ കാനയിലൂടെ ഒഴുക്കിവിടുന്നത് പതിവാണ്. നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന പുതുക്കാട് സെന്ററിലെ കാനയിൽ മലിനജലം കെട്ടിക്കിടന്ന് ദുർഗന്ധം വമിച്ചിട്ടും ഈ കടകൾക്കെതിരെ യാതൊരു നടപടിയും എടുക്കാത്തതിൽ വ്യാപക പരാതി ഉയർന്നിരുന്നു. ഇതിനിടയിലാണ് വീട്ടുകാരുടെ പരാതിയിൽ അധികൃതർ പരിശോധനയ്ക്കെത്തിയത്. പഴയ മാർക്കറ്റ് റോഡിലെ ഇറച്ചിക്കടകളിൽ നിന്ന് മലിനജലം പുറത്തേക്ക് ഒഴുക്കിവിടുന്നതായി അധികൃതർ കണ്ടെത്തി. എല്ലാ കടയുടമകളെയും നോട്ടീസ് നൽകി വിളിച്ചുവരുത്തി പഞ്ചായത്തിൽ യോഗം ചേരുമെന്നും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെ പ്രവർത്തിക്കുന്ന കടകൾക്കെതിരെ തുടർ നടപടികൾ എടുക്കുമെന്നും സ്ഥലത്തെത്തിയ പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് പറഞ്ഞു. ഇവരെ ഈ വെള്ളം ഇതിലേക്ക് വിടുമ്പോൾ ഈ പൈപ്പ് ലൈൻ പൊട്ടലും ഒപ്പം തന്നെ നടക്കുന്നുണ്ട് ഇതിനിടയ്ക്ക്. അപ്പോൾ ഈ വേസ്റ്റ് മുഴുവൻ ഒഴുകി എത്തി താഴത്തെ CG തിയേറ്ററിന് ബാക്കിൽ, അതുപോലെ തന്നെ പഞ്ചായത്ത് ഓഫീസ് വരെ എത്തിച്ചേരുന്ന ചാലിൽ വളരെ മോശമായ രീതിയിൽ വെള്ളം കെട്ടിക്കെടുക്കുകയും അതുപോലെ കൊതുക് മറ്റ് രോഗാണുക്കളൊക്കെ ഉണ്ടാകുന്ന രീതിയിലൊക്കെ അസഹ്യമായ സ്മെല്ലും വരുന്നുണ്ട്. അപ്പോൾ അവിടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥരും പഞ്ചായത്തിലെ സ്റ്റാഫും പിന്നെ മെമ്പർമാരൊക്കെ കൂടിയിട്ട് നമ്മൾ പരിശോധന നടത്തിയപ്പോൾ പഞ്ചായത്ത് അംഗങ്ങളായ സെബി കൊടിയൻ, ഷാജു കാളിയങ്കര, CC സോമസുന്ദരൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ CS സഹദേവൻ, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി എന്നിവരും പരിശോധനാ സംഘത്തിൽ ഉണ്ടായിരുന്നു. TCV പുതുക്കാട്.